ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കൊരു ചെറിയൊരു വർക്കൗട്ട് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ പലരും ലെഗ് ജിമ്മിൽ അവോയ്ഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഫോറാം, അതായത് കൈയുടെ ഫോറാം ആരും കളിക്കാറില്ല. അതുപോലെ നമ്മൾ പല പാർട്സുകൾ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഫോറാം. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബൈസെപ്സിനൊന്നും വലിയ പവർ പ്രഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അതുപോലെ ഈ കാഫ് ലെഗിൻ്റെ മെയിൻ പാർട്സാണ്, അതും എല്ലാവരും ഒഴിവാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഫോറാം വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു 3 വർക്കൗട്ട്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആ വർക്കൗട്ട് എന്താണെന്ന് നോക്കാം. ആരും സ്കിപ്പ് ചെയ്യരുത്. അതിനുവേണ്ടി നമ്മളൊരു ചെറിയ ഒരു ഡമ്പൽ എടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന, അതായത് നമുക്ക് ഫോറാമോ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡമ്പൽ നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ ലെഗ് ആംസിന് സപ്പോർട്ട് ചെയ്തിട്ട് ഇതേപോലെ വെക്കുക. അതായത് നമ്മുടെ റിബ്സ്, അതായത് കൈയുടെ റിബ്സിന് തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ആംസിൽ സപ്പോർട്ടായിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ റിബ്സ് ഇങ്ങനെ മുകളിലോട്ട് വരിക, താഴോട്ടാകാതെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു കൃത്യമായ ഒരു റബ്സ് നമ്മൾ കൊടുക്കുക. അതായത് ഒരു 15, 20 അല്ലെങ്കിൽ 25, 10 അങ്ങനെ വരുന്നൊരു കൃത്യമായ ഒരു റബ്സിൻ്റെ മുറയ്ക്ക് തന്നെ ഇത് മുന്നോട്ട് പോവുക. അതനുസരിച്ച് നമുക്ക് നമ്മുടെ കൈയുടെ ഫോറാം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആരും ഇത് മിസ് ചെയ്യരുത്. ഇത് 2 കൈയിലും മാറി മാറി ചെയ്യുക. ഇത് ഇപ്പുറത്ത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്തെ കാലിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക. ഡമ്പൽ കൊണ്ട് ഇങ്ങനെ മുകളിലേക്കാക്കുക. ഇത് ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. ഇതിൽ രണ്ടാമത് വേറൊന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ഹാമർ വെക്കുന്നത് പോലെ ഇങ്ങനെ ആദ്യം വെച്ചതുപോലെ വെക്കുക. എന്നിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം വലത് കാലിലാണെങ്കിൽ നമ്മൾ ഇടത്തോട്ട് തിരിക്കുക, ഇടത്തോട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുക. ഇടത്തോട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വലത്തോട്ടാണ് ടെസ്റ്റ് ചെയ്യുന്ന, ഇപ്പുറത്തോട്ടാണെങ്കിൽ അത് നമ്മൾ ഫ്രണ്ട് ആവും, അതായത് മുന്നേ കളിച്ചതുപോലെ തന്നെ. ഇതിപ്പോൾ നമ്മൾ ഇടത്തോട്ട് ടെസ്റ്റ് ചെയ്യുക. ഇടത്തോട്ട് ടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ ആക്കുക, മുകളിൽ നിന്ന് താഴോട്ടാക്കുക. അപ്പം നമ്മൾ ഈ ഫോറാമിൻ്റെ ഈ ഭാഗം ഓരോ ലെയറായിട്ട് നമുക്ക് മസിൽസ് ഡിവൈഡായിട്ട് വരും. നല്ലൊരു വർക്കൗട്ടാണ്. നമ്മുടെ കൈ കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും. എപ്പോഴൊരു മസിൽ സ്ട്രെങ്ത്, നമുക്ക് കൈ മറ്റ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിലോട്ട് പ്രഷർ ചെയ്യാനായിട്ട് വളരെയധികം സപ്പോർട്ടായിരിക്കും ഈ ഫോറാം വർക്കൗട്ട് ചെയ്യാൻ. ഫോറാമിന് സ്ട്രെങ്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിലും മുറുകെ പിടിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആരും ഈ ഫോറാം സ്കിപ്പ് ചെയ്യാതെ നോക്കുക. ഫോറാം സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വർക്കൗട്ട് ചെയ്യുന്ന ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ ബൈസെപ്സ് ചെയ്യുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിലും മറ്റേതെങ്കിലും കൈക്ക് വലിയ ജോലി കൊടുക്കാത്ത വർക്കൗട്ടിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ഫോറാം ഇതുപോലെ ഒന്ന് കളിച്ചു കൊടുത്താൽ ഫോറാം നല്ല പവറുള്ള ഒരു മസിലായിട്ട് മാറും. അതുപോലെ നമുക്ക് മറ്റ് മസിലുകളെ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാർട്സാണ് ഫോറാം. അതെല്ലാവരും സ്കിപ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ആദ്യം അതിനൊരു വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ജിമ്മുകളിൽ. അപ്പം 3ാമത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പം ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വർക്കൗട്ട്. ഇത് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പോലെ ഹാമർ പൊസിഷനിൽ വെക്കുക. കോൺസെൻട്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ഉണ്ടല്ലോ, കോൺസെൻട്രേഷൻ, അതിൽ ബൈസെപ്പ് കേൾ കളിക്കുന്നത് പോലെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇത് ഹാമർ കേൾ കളിക്കുന്നത് പോലെ നമ്മൾ ഈ ആംസിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മസിൽ ഡെവലപ്പായി എടുക്കാൻ പറ്റും. അത് 2 കൈ മാറി മാറി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു കൃത്യമായ ഒരു റെപ്യൂട്ടേഷൻ്റെ എണ്ണം കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുക. ഇതുപോലെ എല്ലാ വർക്കൗട്ടിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുക.